പ്രശാന്ത്, നമ്മുടെ ചലച്ചിത്ര നടൻ, അങ്ങനെയാണല്ലോ ആദ്യം നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. പിന്നീട് MP, മന്ത്രി. സുരേഷ് ഗോപിക്ക് എന്തു പറ്റി? എന്തോ മാരകമായ രോഗമാണ് എന്നൊരു പറച്ചിലുണ്ട്. ഔദ്യോഗികമായ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? പറഞ്ഞിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പി, ഡോക്ടർ ശ്രീകുമാരൻ തമ്പി അല്ല? അല്ല. നമ്മുടെ സംവിധായകനും ഗാനരചയിതയുമായി ഒക്കെ ആയിട്ടുള്ള ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാത്തവരാരും. ഒരുപാട് സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1977 മിനിമോൾ എന്ന ചിത്രത്തില് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകി യേശുദാസ് പാടിയ ഈ ശ്രീകുമാരൻ തമ്പി എഴുതിയ ഒരു പാട്ടാണ് കേരളം കേരളം കേളികൊട്ടിയിരുന്ന കേരളം. നല്ല പാട്ടാണ്. ഞാൻ വിചാരിച്ചത് ഓണപ്പാട്ടാന്ന് വെച്ചിരിക്കുന്നത്. ആ സമയത്ത് കൂടുതൽ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ശ്രീകുമാരൻ തമ്പി ഒരുപാട് ഓണപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇത് പായിപ്പാട്ടാറ്റിൽ വള്ളംകളി, അതൊക്കെ അതല്ലേ. ഞാനിത് ഓണപ്പാട്ടാന്ന് വെച്ചിരിക്കുക. അദ്ദേഹം ഹരിപ്പാട്ടുകാരനാണ്. അപ്പൊ ഈ സമയത്ത് ഈ പാട്ട് വരികയും ചെയ്യും ഓണ സമയത്ത്. ഏതായാലും ഇന്നലെ സുരേഷ് ഗോപി പാർലമെന്റിൽ പാടി. നമ്മൾ കേരളയിൽ നിന്ന് കേരളത്തിലേക്ക് ആയതിന്റെ ഒരു സന്തോഷത്തിനകത്ത് അദ്ദേഹം ഈ പാട്ട് പാടിയാണ് അതിനകത്തുള്ള സന്തോഷം പ്രകടിപ്പിച്ചതും അതിനകത്തുള്ള അഭിപ്രായം പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഒരു മഹാകവിയുടെ എന്നേ പറഞ്ഞുള്ളൂ അതിനകത്ത്. പക്ഷേ മഹാകവി എന്ന് പറയുന്നതിന് മുമ്പ് ഈ വയലാറിന്റെയും ദേവരാജന്റെയും ഒക്കെ പേര് പരാമർശിച്ചിരുന്നു എന്നാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത്. അതായത് അപ്പം ഇത് ഞാൻ എഴുതിയതാണെന്ന് തോന്നത്തില്ലല്ലോ, അവരെഴുതിയതാണെന്ന് തോന്നുമല്ലോ. എൻ്റെ പേര് പറയാതിരിക്കുകയും മഹാകവി എന്ന് പറയുകയും ഇവരുടെ പേര് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പേര് അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തില്ല എന്നുള്ള രീതിയിലേക്ക് എൻ്റെ പേര് ഒളിച്ചു വെക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന സുരേഷ് ഗോപി ശ്രമിച്ചു. മറവിരോഗമുണ്ടോ സുരേഷ് ഗോപിക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപിക്ക് മറവിരോഗം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപി നമ്മുടെ നാടൻ ഭാഷയും പറഞ്ഞാൽ തെക്കോട്ടും വടക്കോട്ടും അവിടെ എവിടെയും സിനിമയ്ക്കകത്ത് അവിടെ എവിടെയൊന്നും തല കാണിച്ച് നടന്നിരുന്ന കാലത്ത് ഒരു വില്ലൻ വേഷം യുവജനോത്സവം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുകൂടി ഞാനാ കൊടുത്തത്. വലിയ ഹിറ്റായ സിനിമയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് IV ശശിയുടെ അക്ഷരത്തെറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നായകനായിട്ട് അഭിനയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. ആ സിനിമ റിലീസായതിനു ശേഷം കൊല്ലത്ത് പോയി അമ്മയും കുടുംബം കൂടെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ ചെയ്ത ഉപകാരത്തിന് നന്ദി പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് 80 വയസ്സുണ്ട്, 84 വയസ്സുണ്ട്. എനിക്ക് ഓർമ്മപ്പശകൊന്നുമില്ല. സുരേഷ് ഗോപിക്ക് ഓർമ്മക്കുറവ് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെന്ന്, അൽഷിമേഴ്സ്, ആ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് അതിന് ചികിത്സ തേടേണ്ടതാണ്. അതുപോലെ മന്ത്രിയായിട്ടിരിക്കുന്ന ആളാണ്, അങ്ങനെ ഓർമ്മപ്പിശ ഉണ്ടെങ്കിൽ അത് വലിയ ഗുരുതരമായ കാര്യം തന്നെയാണത്. അതെ. മനഃപൂർവ്വം അല്ലെങ്കിൽ, മനസ്സിലായില്ലേ, മനഃപൂർവ്വം അല്ലെങ്കിൽ. ഇതിനകത്ത് വേറൊരു കുഴപ്പമുണ്ട് പ്രശാന്ത്. ഈ ശ്രീകുമാരൻ തമ്പിക്ക് ഒരു ചെറിയൊരു ഭാഗ്യക്കേടല്ലേ. ഇദ്ദേഹത്തെ പലരും അവഗണിക്കും കേട്ടോ. ഈ ഇപ്പൊ പറഞ്ഞല്ലോ ദേവരാജൻ, ഈ ശ്രീകുമാരൻ തമ്പിയുടെ പല പാട്ടുകളും ശ്രീകുമാരൻ തമ്പിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട്, അടുത്തതായിട്ട് വയലാർ രാമവർമ്മ രചിച്ച ഒരു ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ്. പല പാട്ടിലും മാറിപ്പോയിട്ടുണ്ട് സാധാരണ പ്രേക്ഷകർക്ക് പോലും. ഇത് പക്ഷേ ഇവിടെ സുരേഷ് ഗോപി അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചതാണ്. ഒരു മഹാകവി അല്ലെ, ഇവനൊന്നും പറയണ്ട, ഈ പാട്ടങ്ങ് പറഞ്ഞാൽ മതി. അല്ല, വേറെ ചില ആൾക്കാരുടെ പേരും അതും പറഞ്ഞു. അപ്പൊ അതിനകത്ത് സിനിമയിൽ ഒരു എൻട്രി കൊടുത്ത ആളല്ലേ ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ നമ്മൾ ഇനി അത് പാർലമെന്റിൽ റെക്കോർഡാണ്. മനസ്സിലായി, കേരള റെക്കോർഡ്, ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ റെക്കോർഡാണ്. സഭാരേഖ. ആ സഭാരേഖയ്ക്കകത്ത് നമ്മുടെ പാർലമെന്റ് സഭാരേഖയ്ക്കകത്ത് വരുമെന്ന് പറഞ്ഞാൽ അതിനുള്ള സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അംഗീകാരം ആർക്ക്? ശ്രീകുമാരൻ തമ്പിക്ക്. അത് അദ്ദേഹം എഴുതിയത് കൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹമാണല്ലോ എഴുതിയത്, അത് അവിടെ പാടുമ്പം തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു വിഷമം, അതൊരു വലിയ വിഷമമാണ്. ഇവിടുന്ന് നേരത്തെ ഒരു ടീം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ട അഭിനന്ദനമൊക്കെ അറിയിക്കുകയും ചെയ്തു കേരളം എന്നാക്കിയതിൽ. അതിൽ ജോർജ് ഓണക്കൂർ സാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീകുമാരൻ തമ്പി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടുന്ന് ഒരു ടീം പോവുകയുണ്ടായി. സാറി പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വേദിയിലിരുന്ന് പറഞ്ഞാൽ ആ മൈക്കിൽ കൂടെ കേട്ടിട്ട് അന്നേരം ഒക്കെ പറയുക, നിങ്ങളെ പോലെ കുറെ ആൾക്കാർ നോട്ട് ചെയ്യുകയൊക്കെ ചെയ്തോളൂ. ഈ പറയുന്ന കാര്യം ഒരു പ്രാവശ്യം ഒരു ഇന്റർവ്യൂവിനകത്ത് ശ്രീകുമാരൻ തമ്പി തന്നെ ഏതോ ഒരു കാര്യം ഇതുപോലെ എടുത്തു കാണിച്ച് പറയുക ഉണ്ടായിട്ടുണ്ട്. കാരണം അതിനകത്ത് ഈ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയും വേറെ ചില ആൾക്കാരുടെ അല്ലെങ്കിൽ ഇദ്ദേഹം എഴുതിയ പാട്ടിന് യേശുദാസിന്റെ പാട്ട് വരും.
അയാൾക്ക് അതിനകത്തൊരു അംഗീകാരവും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പലയിടത്തും പുറകോട്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് വേണ്ട. ഈ സിനിമയ്ക്ക് വലിയ കോൺട്രിബ്യൂഷനാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് സാറി പറഞ്ഞതുപോലെ അത്രയ്ക്ക് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരാളായിട്ട് ആ മേഖലയിലും പുള്ളി കഥയുണ്ട്, തിരക്കഥയുണ്ട്, സംഭാഷണം, സംവിധാനം, ഗാനരചന ഒക്കെ ചെയ്തിട്ടുണ്ട്. സീരിയൽ രംഗത്തും പിന്നീട് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തു എന്നുള്ളതാണ്. സിവിൽ എഞ്ചിനീയറിംഗുകാരനാണ്. സിവിൽ എഞ്ചിനീയർ സർവ്വവ്യാപിയായിട്ടുള്ള മനുഷ്യനാണ്. കാരണം അയാള് സാറി പറയുന്നത് കഥ മോശമാണോ, തിരക്കഥ മോശമാണോ, സംവിധാനമൊക്കെ നമ്മൾ ഈ പറയുമ്പം പുള്ളി സംവിധാനം ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മളങ്ങ് പറഞ്ഞിട്ടങ്ങ് സംവിധായകൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ കൊള്ളാത്ത സംവിധായകനായാലും കൊള്ളുന്ന സംവിധായകനായാലും ഇത് വല്ലാത്തൊരു ക്രിയേഷൻ ഉള്ളവർക്ക് നടക്കുന്ന ചില പാട്ടുകളൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ചെട്ടികുളങ്ങര, അതെ നല്ല പാട്ടുകളാണ്. ചാലക്കമ്പോളത്തിൽ വെച്ച് അതെ. അതുപോലെ ഇദ്ദേഹം പറഞ്ഞ് നിർത്തിയിരിക്കുന്ന എങ്ങനെയാണെന്നറിയേ, ബന്ധുവാരെ ശത്രുവാരെ, ബന്ധനത്തിൻ നോവറയും കിളിമകളെ പറയൂ എന്ന സ്വന്തം വരികൾ കുറിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇത് അവസാനിപ്പിക്കുന്നത്. അതായത് സുരേഷ് ഗോപി എന്ത് പറയുമ്പോഴും സുരേഷ് ഗോപി വലിപ്പത്തിൽ ചിന്തിക്കേണ്ട ആളാണ്. ചിന്തിച്ചേ മതിയാവും. അയാൾ ഇരിക്കുന്ന പോസ്റ്റ് അതാണ്, പദവി അതാണ്. അയാൾ ഈ രീതിയിൽ കേരളത്തെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആക്ഷേപം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഒരു കാര്യം ഈ ശ്രീകുമാരൻ തമ്പിയുടെ ഭാഗത്തു നിന്നല്ല, എങ്ങും നിന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളും ചെയ്യുമ്പോൾ അയാളൊരു രാഷ്ട്രീയക്കാരനാണ്, അയാളൊരു MP ആണ്, അല്ലെങ്കിൽ അയാൾ കേന്ദ്രമന്ത്രിയാണ്. നമ്മൾ ചില കാര്യം പറയും, ഈ കൈ എറിയുന്നത് ഈ കൈ കൊടുക്കുന്നത് ഈ കൈ എറിയരുത്, അല്ലെ മറ്റേ അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ തത്വം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളാവുമ്പോൾ ഇയാളെ മന്ത്രിയാക്കിയതിനകത്ത് രാജ്യത്തിന് ഗുണം അയാൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ ഗുണം പൊതുജനം മൊത്തം അറിയണം. എന്നാളെ അടുത്ത പ്രാവശ്യം വീണ്ടും BJPക്ക് ഒരു MP തൃശ്ശൂരിൽ നിന്നുണ്ടാകത്തുള്ളൂ. അല്ലാതെ എനിക്കിതേ പറ്റത്തുള്ളൂ, ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് ബോധ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സാധാരണ മനുഷ്യൻ നടക്കുന്നത് പോലെയോ, അല്ലെ ഹിമാലയത്തിൽ സന്യാസിയുടെ മാനസികാവസ്ഥയിലൊക്കെ ഇരുന്നാൽ ഇനി സന്യാസിമാരവിടെ ഇരിപ്പുണ്ട് സാറേ. 18 ബുദ്ധന്മാർക്ക് ശേഷം 19ാമത്തെ ബുദ്ധനെ നമ്മൾ നേരിട്ട് കണ്ടേന്നാണ് പറഞ്ഞത്. ഈ 18 ബുദ്ധന്മാരും ഈ ബുദ്ധൻ മനസ്സിൽ വിചാരിച്ച കാര്യം സങ്കല്പിച്ച് ഒരിടത്ത് ഇരിക്കുമായിരുന്നു. അത് ലോകം മൊത്തം വ്യാപിക്കും, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം ലോകം മൊത്തം വ്യാപിക്കും. അതാണ് അതിൻ്റെ. പക്ഷെ അതുപോലെ അവനൊക്കെ രാഷ്ട്രീയക്കാരൻ. ഈ ശ്രീകുമാരൻ തമ്പിക്ക് ഈ ചില കാര്യങ്ങളിൽ മറ്റാർക്കും കിട്ടാത്ത തരത്തിലുള്ള ചില അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാവുന്നത്. പിന്നെ ശബരിമലയിൽ ദേവസ്വം നൽകുന്ന ഒരു പുരസ്കാരമുണ്ട്, ഹരിവരാസന പുരസ്കാരം. എല്ലാ വർഷവും 2012 അത് തുടങ്ങിയത്. ആദ്യം കൊടുക്കുന്നത് യേശുദാസിനാണ്. സംഗീതത്തിലൂടെ ഏറ്റവും കൂടുതൽ ശബരിമലയ്ക്ക് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളവർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അത് ശ്രീകുമാരൻ തമ്പിക്ക് 2020 അങ്ങനെ ആ സമയത്ത് കിട്ടുന്നുണ്ട്. ആദ്യമായിട്ടൊരു എഴുത്തുകാരന് കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. കാരണം ശബരിമലയുടെ പ്രശസ്തി കേരളം വിട്ട് മറ്റിടങ്ങളിലേക്ക്, ദക്ഷിണേന്ത്യയിലേക്ക് അറിയപ്പെടാൻ തുടങ്ങുന്നത് സ്വാമി അയ്യപ്പൻ എന്ന സിനിമ തമിഴിലേക്ക് ചെല്ലുമ്പോഴാണ്. അതിൻ്റെ കഥ എഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ്. 18ാം പടിയുടെ മുമ്പിൽ വെച്ചാണ് ഇത് ആര് കഥ എഴുതണമെന്നും പറഞ്ഞ് 2-3 പേരുടെ പേര് നറുക്കിട്ടു. അതിൽ ശ്രീകുമാരൻ തമ്പിക്കാണത് ആ നറുക്ക് വീണതും. അങ്ങനെയൊക്കെയുള്ള ചില നേട്ടങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളതാണ്. അല്ലെ, അതും എനിക്ക് സാറ് പറയുമ്പോഴേ അറിയുന്നത് സ്വാമി അയ്യപ്പൻ ശ്രീകുമാരൻ തമ്പിയുടെ കഥയല്ലേ? പിന്നെ അത് വല്ലാത്ത രീതിയിൽ അതാണല്ലോ തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും അയ്യപ്പ പാട്ട് പുള്ളിയുടെ. അതെ, ആ പാട്ടാണ് തമിഴ്നാട്ടിൽ പിന്നെ ഭക്തജനങ്ങൾക്ക് വലിയ ഭയങ്കരമായിട്ട് കുളിർമ കൊള്ളിക്കുന്ന പാട്ടാണ്. നമ്മൾ കേൾക്കുമ്പോഴേ ഇത് പറ്റിയിട്ടുള്ള ശ്രീകുമാരൻ തമ്പിയുടെ ഈ നല്ല ഗാനങ്ങളുടെയൊക്കെ ക്രെഡിറ്റ് മറ്റു പലരുമായി പോയിട്ടുണ്ട്. പിന്നെ സിനിമാ ഗാനരംഗവുമായിട്ട് നോക്കുമ്പോൾ ONV-യുമായിട്ട് ശ്രീകുമാരൻ തമ്പി വലിയ പോർവിളിയായിരുന്നു എന്നുള്ളതാണ്. ONV പലപ്പോഴും ശ്രീകുമാരൻ തമ്പിയൊക്കെ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. അതിനകത്ത് സാഹിത്യ ഫീൽഡിന്റെ കുറെ തൊഴുത്തിൽ കൂത്തുണ്ടെന്ന്. എല്ലാത്തിനകത്ത് ഇതേ രീതിയിൽ വലിയ വലിപ്പത്തിൽ വിചാരിക്കുന്ന ആൾക്കാരുടെ എല്ലാം പണികളും ഉള്ളിലിരിപ്പും മറ്റു പലതും ഒക്കെ വേറെ രീതിയിലാണ്. ONV വലിയ മനുഷ്യനാ, അദ്ദേഹത്തിന്റെ കാര്യം. പക്ഷെ ഈ മാതിരി പണി ചെയ്യരുത്. ONV-ക്കും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. യേശുദാസിനെ പറ്റി നമ്മുടെ ജയചന്ദ്രൻ അതിനെക്കാട്ടി വലിയ വലിപ്പത്തിൽ വരേണ്ടതില്ല. അദ്ദേഹത്തെ പുറകോട്ട് നടത്തിയെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതുവരെ ചവിട്ടിത്താത്തെന്നും കേൾക്കുന്നത് യേശുദാസേ
അത് ഇതിനകത്ത് എല്ലാത്തിനകത്തും കലാകാരന്മാരാണ്, അല്ലെങ്കിൽ അവരെ ദൈവം അനുഗ്രഹിച്ചവരാണ്, അല്ലെങ്കിൽ നല്ല മനസ്സിന് ഉടമയാണ്, സമൂഹത്തിന് മാതൃകയാക്കേണ്ടവരാണെന്നൊക്കെ പറയുമ്പോഴും ഇവരുടെ വ്യക്തി ജീവിതത്തിലേക്കൊക്കെ കടന്നു കയറുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഈ രോഗം പെട്ടെന്ന് മാറട്ടെ. ശ്രീകുമാരൻ തമ്പി പറഞ്ഞതുപോലെ സുരേഷ് ഗോപി വളരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. കാരണം സുരേഷ് ഗോപിയിൽ വലിയ പ്രതീക്ഷ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന BJPക്കും ഉണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പുള്ളി ശ്രമിക്കുന്നുണ്ടാവും, ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ ഉയർച്ചയും ശ്രമവും ചെയ്വനെയും ഒക്കെ ആ പാർട്ടിക്കും ആ പ്രസ്ഥാനത്തിനും പ്രയോജനപ്പെടുന്ന രീതിയിലേക്കാകാൻ കൂടുതൽ ശ്രദ്ധിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.